നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന സാധനം. കാരണം അതൊരു പുതിയ കൾച്ചറായിരിക്കും, ഗംഭീരമായി പോരെ. അല്ലെങ്കിൽ തന്നെ ആദ്യം മുതൽ ഈ ഡീല് ഇതിന് ചിലപ്പം ഈ വി ഡി സതീശനെ പോലുള്ള ആളോട് അങ്ങനെ ഒരു തർക്കത്തിൽ പോകണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കാര്യമെങ്കിൽ. അപ്പൊ നമ്മൾ എം സ്വരാജ് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് തർക്കിച്ചു തുടങ്ങിയാലേ മതിയായിരുന്നു. കാരണം പക്ഷെ ഒരു പുതിയ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ രൂപം കൊള്ളാൻ കാരണമാണ്. പക്ഷേ സ്വരാജുമായി തർക്കിക്കാൻ ചിലപ്പോൾ വി ഡിക്ക് താല്പര്യം കാണില്ല. ഉണ്ടല്ലോ ഇപ്പോ അല്ലെങ്കിൽ തന്നെ ആദ്യം മുതൽ തന്നെ ഡീൽ SDP RSS തുരങ്ക സൗഹൃദങ്ങൾ എന്നൊക്കെ ആദ്യം മുതൽ നിറയുന്ന പ്രചരണത്തിൽ LDF ആഗ്രഹിക്കുന്നത് പോലെ കൃത്യമായി ഈ പ്രചരണത്തിന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ ഷാർപ്പായ വികസനത്തിൽ കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു അവസരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് അങ്ങോട്ട് കയറി ഇത് യാദൃശ്ചികമായി മാത്രം സംഭവിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇത് വി ഡി സതീശൻ അങ്ങോട്ട് കയറി ഒരു സംവാദത്തിന് മുഖ്യമന്ത്രി വെല്ലുവിളിച്ചതല്ല. മാധ്യമപ്രവർത്തകന്റെ സുഹൃത്തു കൂടിയാണ്. സരുൺ ശങ്കറിന്റെ ചോദ്യത്തിന് മറുപടിയായി ഏത് സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള ഒരു ചോദ്യത്തിലുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പോസിറ്റീവായി പ്രതികരിക്കുന്നു. എന്നാൽ സമയവും തീയതിയും പറയട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ വി ഡി പറഞ്ഞു എന്നാൽ സമയവും തീയതി പറഞ്ഞോട്ടെ, ഞാൻ റെഡിയാണെന്ന് പറയുന്നു. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമയവും തീയതിയും നിശ്ചയിച്ച് ആ ചർച്ചയിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മുടെ ചാനലടക്കം എല്ലാ ചാനലും ബ്രേക്ക് ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ബ്രേക്ക് ഇല്ലാത്തത് അത് മുഴുവൻ കൊടുക്കും. അത് മാത്രമല്ല ബാക്കിയുള്ള 5 ദിവസം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരാഴ്ച എല്ലാ വാർത്താ ചാനലും കൊടുക്കും. എനിക്കൊന്ന് ഈ വീട് കയറി ഇത്രയും വെയിൽ കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് നല്ല പരിപാടിയായിരുന്നു. എല്ലാ വാർത്താ ചാനലും കൊടുക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള 5-6 ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിറഞ്ഞത് പ്യുവർ വികസനത്തിലേക്ക് മാത്രം തന്നെ. ഇത് ഫേസ്ബുക്ക് സംവാദം എന്താണ് കാര്യം? ഇപ്പൊ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിരിക്കുകയല്ല, വി ഡി സതീശൻ അവിടെ നേരിട്ടിരിക്കുകയല്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടി അത് നിയന്ത്രിക്കുന്ന PM മനോജാണ്, പ്രതിപക്ഷ നേതാവിന് വേണ്ടി എന്താണ് CG കടക്കലാണ്. അപ്പോൾ എന്തായാലും കേരളത്തിന് കാണാൻ ആഗ്രഹം PM മനോജ് വേഴ്സസ് CG കടക്കൽ പോരാട്ടമല്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേഴ്സസ് പ്രതിപക്ഷ നേതാവ് VD ആണ്. അതൊരു നല്ല ഗംഭീര ജനാധിപത്യ സംവാദമായേനെ, അത് വികസനത്തിലേക്ക് വന്നേനെ. നമുക്കടക്കം സംശയമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വയനാട് ഫണ്ടിന്റെ കാര്യത്തിലടക്കം CM നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് 5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഇതെങ്ങനെയാണ്, എന്താണ് യാഥാർത്ഥ്യം എന്നാൽ ഇങ്ങോട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ കതിരും പതിരും ഒക്കെ തിരിയുന്ന വളരെ മനോഹരമായ ജനാധിപത്യ ചർച്ചയായനെ അത് നഷ്ടമായി, കഷ്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.